രാഷ്ട്രീയ കാരണങ്ങളാൽ IPLൽ നിന്നും കൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ നിന്നും പുറത്താക്കപ്പെട്ട ബംഗ്ലാദേശ് പേസർ മുസ്തഫിസുർ റഹ്മാന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് ലോകത്ത് നിന്ന് വൻ പിന്തുണ. ഇംഗ്ലണ്ട് ഓൾറൗണ്ടർ മൊയിൻ അലിയും ബംഗ്ലാദേശ് താരം നൂറുൽ ഹസനും മുസ്തഫിസുറിന് പിന്തുണയുമായി രംഗത്തെത്തി. അതേസമയം IPL നഷ്ടമായെങ്കിലും മുസ്തഫിസുർ അടുത്ത സീസണിൽ പാകിസ്ഥാൻ സൂപ്പർ ലീഗിൽ കളിക്കുമെന്ന് ഔദ്യോഗിക സ്ഥിരീകരണം വന്നു. 9.20 കോടി രൂപയ്ക്ക് KKR സ്വന്തമാക്കിയ താരത്തെ BCCIയുടെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് ഒഴിവാക്കിയത്. മുസ്തഫിസുറിനെതിരായ നീക്കത്തിൽ കടുത്ത അതൃപ്തിയാണ് ഇംഗ്ലണ്ട് താരം മൊയിൻ അലി രേഖപ്പെടുത്തിയത്. ഇത് മുസ്തഫിസുർ എന്ന വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ലെന്നും ക്രിക്കറ്റ് ലോകത്ത് നടക്കുന്ന ചില പ്രവണതകൾ അപകടകരമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സത്യം പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെയോ ശരിയല്ല. കാര്യങ്ങൾ ശരിയാക്കാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട്. കാരണം ഇത് മുസ്തഫിസുറിനെ മാത്രമല്ല ബാധിക്കുന്നത്. പാകിസ്ഥാനും ബംഗ്ലാദേശുമായും വിവിധ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ പോകാൻ കഴിയില്ല, മൊയിൻ അലി പറഞ്ഞു. മുസ്തഫിസുറിന് ലഭിച്ച വലിയൊരു കരാറാണ് നഷ്ടമായതെന്നും അദ്ദേഹത്തിന്റെ കരിയർ പരിഗണിക്കുമ്പോൾ അത് അർഹിച്ചിരുന്നുവെന്നും മൊയിൻ അലി കൂട്ടിച്ചേർത്തു. PSLലേക്ക് കൂടുമാറി ഫീസി. IPLലെ വാതിലുകൾ അടഞ്ഞതോടെ മുസ്തഫിസുറിനെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ സൂപ്പർ ലീഗ്. അടുത്ത സീസണിൽ അദ്ദേഹം PSLൽ പന്തെറിയുമെന്ന് ലീഗ് അധികൃതർ ഔദ്യോഗികമായി അറിയിച്ചു. ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം വഷളായ സാഹചര്യം പാകിസ്ഥാൻ ലീഗിന് ഗുണകരമായി മാറിയിരിക്കുകയാണ്. നൂറുൽ ഹസൻ. മുസ്തഫിസുർ ശാന്തനായ ലോകോത്തര ബൗളറാണെന്ന് സഹതാരം നൂറുൽ ഹസൻ പറഞ്ഞു. KKRുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിന് സ്വാഭാവികമായും നിരാശയുണ്ടാകാം. പക്ഷേ അവൻ ലോകോത്തര ബൗളറാണ്. ഇപ്പോൾ ലഭിക്കുന്നതെല്ലാം അവൻ അർഹിക്കുന്നതാണ്. ഇതിനു മുൻപ് തന്നെ മുസ്തഫിസുർ കൂടുതൽ അർഹിച്ചിരുന്നു, സോഹൻ വ്യക്തമാക്കി. BCCIയുടെ ഇടപെടൽ. ബംഗ്ലാദേശിലെ മാറിയ രാഷ്ട്രീയ സാഹചര്യവും ഇന്ത്യക്കാർക്കും ന്യൂനപക്ഷങ്ങൾക്കും നേരെ നടക്കുന്ന ആക്രമണങ്ങളുമാണ് മുസ്തഫിസുറിന് വിനയായത്. ഇന്ത്യയിൽ പ്രതിഷേധം ശക്തമായതോടെ BCCI സെക്രട്ടറി ദേവ്ജിത്ത് സൈക്കിയ നേരിട്ട് ഇടപെടുകയായിരുന്നു.